ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. പൊന്നൂസിനും സ്കൂളിൽ പോകുന്നുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇത് രാവിലെ ഉറക്കം എണീറ്റ പാടെ തന്നെ ഞാൻ എൻ്റെ അടുക്കള വാതിലും ജനലും ഒക്കെ ഒന്ന് തുറന്നിടും. അതാണ് ആദ്യം ചെയ്യുക. അങ്ങനെ അതിനുശേഷം ചെയ്യണത് ഫ്രിഡ്ജിൽ നിന്ന് തലേദിവസം മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടനാണ് മീൻ മേടിച്ച് വെച്ചിട്ടുള്ളത്. എനിക്ക് തലേദിവസം ഒട്ടും സുഖമില്ല, പനിയായിരുന്നു. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേദിവസം ചേട്ടനാണ് എല്ലാ ജോലിയൊക്കെ ചെയ്ത് എനിക്ക് എന്നെ കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ചേട്ടൻ രാത്രി വന്നപ്പോഴത്തേനും മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി ഞാനായിരുന്നെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ എടുത്ത് വെച്ചത്. അതിലൊരു 3 ചൂര ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഒന്നെടുത്തിട്ട് അതിനെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറുമല്ലോ. അതിൻ്റെ ആ ഒരു ചെകിള ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചപ്പോൾ അത്രയ്ക്ക് പറ്റുന്നില്ല, കാരണം നന്നായിട്ട് ഉറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഞാൻ ഇടുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് പൊന്നൂസിന് സ്കൂളിൽ പോകണം. ഇത് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ചേട്ടാ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് വിട്ടുപോയതല്ല, എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയപ്പോൾ അതെന്ന് ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും ഇടാം എന്നങ്ങ് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ മീൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ചോറ് അറിയാമല്ലോ, വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ കുക്കറിലിവിടെ ചോറ് വയ്ക്കുന്നതാണ് കേട്ടോ. നമുക്കിവിടെ അടുപ്പ് അങ്ങനെയൊന്നുമില്ല. അടുപ്പ് ഇറക്കാനായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സംഭവമൊക്കെ അതിനുള്ള ഇത് ഇനി ചെയ്യണം. അത് കെട്ടിയിട്ടിട്ടുണ്ട്, പിന്നെ പൂർത്തിയായിട്ടില്ല അത്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വേണം, അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അടുപ്പിലൊക്കെ ഒന്ന് കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ പോകാനായിട്ടുള്ള ആ ഒരു വെപ്രാളത്തിൽ നമുക്ക് അടുപ്പിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന ദിവസമൊക്കെ നമുക്ക് അടുപ്പിൽ വയ്ക്കാമല്ലോ, അടുപ്പിലൊക്കെ ചോറ് വയ്ക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുക്കറിൽ അരിയിട്ട് വെട്ടിൻ്റെ അവിടം വരെ വെള്ളം വയ്ക്കും കേട്ടോ. എനിക്കും ചേട്ടനും പൊന്നൂസിനും അച്ഛനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2-2.5 ഗ്ലാസ് അരി വേണം. രാത്രി എന്തായാലും കാപ്പിയാണ്. ഉച്ചയ്ക്ക് ഒരു നേരം മസ്റ്റായിട്ടും ചോറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അരി അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-2.5 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ആ വെട്ടിൻ്റെ അവിടം വരെ വെള്ളം വെച്ച് കുക്കറിൽ വെച്ച് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പയറുണ്ടായിരുന്നു. ഇന്ന് തോരൻ വെക്കുകയാണ് കേട്ടോ. ഇന്ന് തോരനാണ്, മീനും തോരനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പയർ തോരനാണ് കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അതും ഒരു അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 അടുപ്പിലായിട്ട് 3 വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ്, പയർ തോരനും വെള്ളവും കൂടെ ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് 3 ഞാൻ ആദ്യം ചെയ്യുവേ. തോരനും അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഒന്ന് അടുപ്പിനകത്ത് വയ്ക്കും. പിന്നെ ചോറ്, വെള്ളം, ഇത് 3 ആദ്യം സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തേങ്ങ തിരുകും. അപ്പോൾ കാരണം ഇതിലേതെങ്കിലും ഒന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാപ്പി സ്റ്റെപ്പ് അടുത്ത പണിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കറി എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ, ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ തോരനും ഇടണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് തിരുകി അങ്ങ് മാറ്റുവേ. വേറെ ഒരുപാട് വീഡിയോ ഒക്കെ നമുക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ വെട്ടത്ത് കിടന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫാണ് ഇടുന്നത്. കാരണം നമുക്ക് ഇപ്പം പുറത്തൊന്നും പോകുന്നില്ലല്ലോ. ജോലിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ലീവുള്ള ദിവസങ്ങളിൽ, ചേട്ടനുള്ള ദിവസങ്ങളിൽ നമ്മളെവിടെയെങ്കിലും പോവും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടും കേട്ടോ. പക്ഷേ വെട്ടത്ത് കിടന്ന് ഞാൻ എൻ്റെ കുട്ടിയുള്ളിടത്ത് നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ പുട്ടാണിന്ന്. അപ്പോൾ ഇവിടെ ഗോതമ്പ് പുട്ടിനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ വിചാരിച്ചു 2-3 പാക്കറ്റിൽ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പുട്ടിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ ഒരുമിച്ചിട്ടിട്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിപ്പുട്ടേനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും അരിപ്പുട്ടിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഉണ്ടല്ലോ, കറി ഇല്ലെങ്കിലും എല്ലാവർക്കും ഗോതമ്പ് പുട്ട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഗോതമ്പ്
പുട്ടിനേക്കാൾ അരിപ്പുട്ടാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഗോതമ്പ് പുട്ട് ആണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് 2-3 പാക്കറ്റായിട്ട് അരിപ്പുട്ടിൻ്റെ മാവുണ്ടല്ലോ, പൊടി ഇങ്ങനെ 2-3 പാക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കുറച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ടിട്ട് ഞാനെന്ന് വിചാരിച്ചു പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ എന്തായാലും അരിപ്പുട്ടായതുകൊണ്ട് ഗോതമ്പ് പുട്ടാണെങ്കിൽ എന്തായാലും ഒരു കുറ്റിയും കഴിക്കും കേട്ടോ. പൊന്നൂസാണെങ്കിലും ശരിയാണ്, ഒരു കണ്ണി എന്തായാലും കഴിക്കും. അരിപ്പുട്ടാണെങ്കിൽ ഭയങ്കര പാടാണ്, കറി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കടല എടുത്ത് പൊക്കി കാണിച്ചത്. ഞാൻ 2 ദിവസം മുമ്പേ ആണെങ്കിൽ ഈ സംഭവം എഡിറ്റ് ചെയ്യുന്നതിന്, ഈ സംഭവം വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പാലിയോട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് കേട്ടോ വെള്ളക്കടല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു തലേദിവസം നാളെ പുട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് തലേദിവസം എടുത്ത് വെള്ളത്തിലാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനത് വെള്ളത്തിൽ ഇട്ടില്ല. അപ്പോൾ എന്തായാലും പുട്ടിന് ഇന്ന് ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും എടുത്ത് അങ്ങ് പുട്ടിൻ്റെ താഴെ വെള്ളം വയ്ക്കുമല്ലോ, അതിൽ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പുട്ടിനിതാ നനച്ച് അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, പയർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീൻ ഞാൻ അറുത്ത് കഴുകി ഫ്രഷാക്കി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. മീൻ കുറേ വെള്ളത്തിൽ കഴുകിയാലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. കുറേ വെള്ളത്തിൽ എനിക്ക് കഴുകണം മീൻ. അപ്പോൾ മീൻ ചൂര മീനാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 3 എണ്ണം കിട്ടി. ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ് തലേദിവസം. അപ്പോൾ ഒരു 3 മീൻ എത്ര രൂപയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൂടെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാം. അല്ലാതെ എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വില അങ്ങനെ പറയൂല. നമ്മൾ ചോദിച്ച് നടക്കണം. പിന്നെ വിചാരിക്കും ചോദിക്കുന്നതിനേക്കാളും പിന്നെ എന്താ ചോദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ വിലയൊന്നും പറയൂല കേട്ടോ. അപ്പം 3 ചൂര എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു ചൂര ഞാൻ എടുത്തിട്ട് ഇന്ന് പൊരിക്കാമെന്നും പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുട്ട് ആദ്യത്തെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനത് തള്ളി മാറ്റുകയാണേ. അപ്പോൾ പയറാണല്ലോ, പയർ വേകാനായിട്ട് കുറേ താമസം എടുക്കും. ഈ ചോറ് വെന്താലും പയർ വേകാനായിട്ട് കുറച്ച് താമസം എടുക്കും. അങ്ങനെ പയർ ഒന്നിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. പുട്ട് ഒരു സൈഡ്, പിന്നെ ചോറും അങ്ങനെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ചൂരമീൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ കറി വയ്ക്കാറാണ് പതിവ്. പിന്നെ വിചാരിച്ചു 3 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒന്നെടുത്ത് ഇന്ന് പൊരിക്കും. അത് കഴിഞ്ഞ് നാളെ ഒന്നെടുത്ത് കറി വയ്ക്കും. പിന്നെ മറ്റന്നാൾ ഒന്നെടുത്ത് വീണ്ടും പൊരിക്കും കേട്ടോ. അപ്പോൾ പൊരിപ്പെന്ന് പറയുന്നത് നമ്മൾ ഒരു 2 സ്റ്റെപ്പായിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മുളക് പൊടി, മഞ്ഞ, മസാല, കുരുമുളക്, ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റെപ്പ് പൊരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊരിപ്പെന്ന് പറയുന്നത് ഇതിൽ ഒരു 1-1.5 സവാളയും കൂടെ ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് അടിച്ച് പെരിഞ്ചീരക പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് ഈ മസാലയൊക്കെ കൂടെ ചേർത്ത് ഉപ്പൊക്കെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. അതൊരു സ്റ്റെപ്പാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒരു 3 ചൂര 4 ചൂരയൊക്കെ ഇങ്ങനെ വാങ്ങുമ്പം ഈ 3 ദിവസവും 3-4 ദിവസം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ പൊരിക്കും, ഒരു ദിവസം അങ്ങനെ റോസ്റ്റ് ചെയ്യും, ഒരു ദിവസം കറി വയ്ക്കും കേട്ടോ. അപ്പോൾ മീനെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല, അല്ലാണ്ട് നോർമൽ മുളക് പൊടിയും മല്ലി, മഞ്ഞൾ, മസാല, പിന്നെ ഉപ്പ്, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് ശകല എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ സമയം കൊടുക്കുമ്പോൾ 3 എണ്ണത്തിൽ 3 സംഭവങ്ങൾ ഇരിക്കുകയാണ്. കുക്കറിൽ ചോറിരിക്കുകയാണ്, പുട്ട് 2ാമത്തെ കുറ്റി ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെന്താ പയറിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ 2-3 വിസിലൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ചോറ് കുക്കറിൽ വെന്തിട്ടുണ്ട്. ഇതിന് 6 ശേഷം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഇതായിട്ടുണ്ട്. ഇനി ആ ഒഴിഞ്ഞ പാത്രത്തിൽ നമ്മളിനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടും. അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പിന്നെ പയർ വെന്തിട്ടുണ്ട്. ആ നേരത്തിൽ നമുക്ക് പെട്ടെന്ന് പയർ തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിനുള്ള കൂട്ട് ഇടുകയാണ് കേട്ടോ. കൂട്ടിന് നമ്മൾ സാധാരണ തോരനിടുമ്പോൾ തന്നെ പയർ തോരനിടുന്നു. മുളക് പൊടി, മഞ്ഞളും, ജീരകം, വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കും കേട്ടോ. അതൊന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ അതിലോട്ട് മീനിടാമെന്ന് വെച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. കാരണം വീഡിയോസ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പുട്ടെന്തായിക്കൊണ്ടിരിക്കുകയാണ്, തോരനെന്താ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ഇതാ പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ചിണുക്കായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾ മുമ്പേ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇന്നങ്ങനെ എന്നെ എന്തെങ്കിലും പറയുമോ എന്നുള്ള അങ്ങനത്തെ ചിന്തയിലൊക്കെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ധൃതിപ്പെട്ടിട്ട് രാവിലത്തെ പോകേണ്ട തിരക്കറിയായിരിക്കുമല്ലോ. എനിക്ക് ജോലിക്ക് പോകണം, എല്ലാവർക്കും അങ്ങനെയാണ്. അമ്മമാർക്ക് നമുക്ക് ജോലിക്ക് പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് വീട്ടിലെല്ലാം ചെയ്ത് വെച്ചിട്ടേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഉള്ളൊരു ചിന്താഗതി ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുരുത്തിരിപ്പ് കാണിച്ചുകൊണ്ട് മക്കൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവളിങ്ങനെ ചിണികൊണ്ടിരിക്കും. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ മ്യൂട്ടാക്കിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് കറിക്കുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇതാ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതിനെ തൊലി എടുത്ത് മാറ്റണം കേട്ടോ. നിങ്ങളിങ്ങനെയാണോ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്നത്? ചിലവർ സവാളയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് വശക്കിയതിന് ശേഷം കടുക് വറുത്ത് വശക്കിയതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നീട് ഒഴിച്ചൊക്കെ വേവിക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ആദ്യമേ വേവിച്ചെടുക്കും, പിന്നെ സവാള വശക്കിയതിന് ശേഷം ഇതിലെടുത്തിടും. ഇപ്പോൾ 2 രീതിയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാൻ പഠിച്ചു കേട്ടോ. ഒന്ന് തേങ്ങയും കൂടെ വറുത്ത് അതിൽ മസാലപ്പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് അങ്ങനെ വയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ പാലായിട്ട് ഒഴിക്കും. അങ്ങനെ 2 രീതിയിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഓഫീസിൽ വരുന്ന എൻ്റെ ഫ്രണ്ട് അശ്വതി എനിക്കിങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ. പക്ഷെ അത് വച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണത്. എന്തോ ഇറച്ചിക്കറി വെച്ചതുപോലെ ഇരിക്കും. അത് നല്ല ടേസ്റ്റ്, നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ, അങ്ങനെ തോന്നുന്നതായിരിക്കും. നല്ല ടേസ്റ്റായിരുന്നു അത്. അവൾ വെച്ചുകൊണ്ട് വന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ. ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ വയ്ക്കും പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് കേട്ടോ വയ്ക്കുന്നത്. ചിലപ്പോൾ തേങ്ങാപ്പാൽ കിട്ടി എനിക്ക് തിരുകാൻ മടി. ഇപ്പം എനിക്ക് തോരനും പുട്ടും അതൊക്കെ തേങ്ങ തിരുവണേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അപ്പോൾ തേങ്ങ എന്തായാലും മിച്ചം കാണുമല്ലോ. അപ്പോൾ തേങ്ങ ഇല്ല, തിരുവേണ്ട ആവശ്യം അന്ന് രാവിലെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നിടല്ല, ഉരുളക്കിഴങ്ങ് 2-3 ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നവടി ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കും കേട്ടോ. അങ്ങനെയൊക്കെ കുറുക്ക് പണികളൊക്കെ ചിലപ്പോൾ രാവിലെയൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ മീൻ വറുത്ത് കോരാണ് കേട്ടോ. ഇനി ആ പാത്രത്തിലല്ല, ആ അടുപ്പിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്കുള്ള ഉള്ളി ഒന്ന് വശക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ പൊന്നൂസാണെങ്കിൽ വൈകുന്നേരം സ്കൂൾ വണ്ടിയിലാണ് വരുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടാണ് കേട്ടോ വിടണത്. അത് ഒരു ദിവസം പൊന്നൂസിനെ കൊണ്ടുവിട്ടു. അത് ഇവൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരു ദിവസം ഞാൻ ലേറ്റായിട്ട് എണീച്ചതിൻ്റെ പേരിൽ എനിക്ക് കൊണ്ടുവിടേണ്ടി വന്നു. ഇവൾ ഇതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ സ്കൂൾ വണ്ടിയിലാണ് വിടുന്നത് കേട്ടോ. അന്ന് അവൾ ഒരു ദിവസം എൻ്റെ കൂടെ വണ്ടിയിൽ വന്നത് കൊണ്ട് ഒക്കെ പിന്നെ എല്ലാ ദിവസവും ഞാൻ കൊണ്ടുവിട്ടാലേ പറ്റുള്ളൂ. പിന്നെ വിചാരിക്കും പാവല്ലേ, മക്കൾ നമ്മളിരിക്കുന്ന കാലം മാത്രമാണ് അവർക്കൊരു സന്തോഷവും ഒക്കെ കിട്ടുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മമാരൊക്കെ ഉള്ളപ്പോഴല്ലേ ഉള്ളൂ നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷവും ഒരു കൊഞ്ചലൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും അവളെ അങ്ങോട്ട് കൊണ്ടുവിടാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അവളെ അങ്ങോട്ട് കൊണ്ടാണ് കേട്ടോ വിടുന്നത്. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ സവാള ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ചിലപ്പം മിക്കവാറും ദിവസവും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വളരെ റെയറായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചമ്മന്തിയും മുളക് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ രാവിലെ ഉണ്ടാക്കി വയ്ക്കും. കാരണം രാത്രി പിന്നെ നമുക്ക് കറി വേണ്ടല്ലോ, കറി അന്വേഷിക്കേണ്ട. മാവ് ഇവിടെ അരയ്ക്കുന്നത് ചിലപ്പോൾ മിക്കവാറും പ്രാവശ്യം അച്ഛനായിരിക്കും കേട്ടോ അരയ്ക്കുന്നത്. കാരണം അച്ഛൻ ഇവിടെ പകൽ ഉണ്ട്, ഞാൻ പിന്നെ രാത്രിയിലേ വരത്തുള്ളൂ. അപ്പോൾ രാത്രിയിൽ ഒരു 6:30-7 മണിക്ക് ഞാൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വരുന്നത് വരെ അച്ഛൻ കാക്കില്ല. അച്ഛൻ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ അത് അരച്ച് വയ്ക്കും. വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് അതാകുമ്പോൾ നന്നായിട്ട് കോന്നിരിക്കുമല്ലോ. എനിക്ക് വന്നിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, പുളിപ്പ് വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ പിന്നെ അത് അച്ഛൻ കാണുവാണെങ്കിൽ പിന്നെ എനിക്ക് കോളായി. അച്ഛൻ അത് അരച്ച് നന്നായിട്ട് വെച്ചിരിക്കും. അപ്പോൾ അത് നമുക്കൊരു 3-4 ദിവസം ഇങ്ങനെ പോകും കേട്ടോ. രാവിലെ അതൊക്കെയാണ് എളുപ്പം. നമ്മൾ കുട്ടികൾ പോകുന്ന സമയത്തിന് പൂരി ചപ്പാത്തി, നമുക്കും ഓഫീസിൽ പോകണം അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് പൂരി ചപ്പാത്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ദോശ, ഇഡലി, അങ്ങനത്തെ അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് ഉണ്ടാക്കാം. പൊന്നുന് അപ്പവും ഉരുളക്കിഴങ്ങ് കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ കണ്ടിന്യൂസ്ലി ചില ദിവസങ്ങളിൽ അപ്പമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കരച്ച് വയ്ക്കുമ്പോൾ 2 ദിവസമൊക്കെ അപ്പമായി പോയാൽ പിന്നെ ഇവൾ അപ്പം പിന്നെ കുറേ നാളത്തേക്ക് കഴിക്കത്തില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ഏകദേശം അടുക്കള പണികളെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. മീൻ പൊരിച്ചു, പയർ തോരൻ വെച്ചു, പിന്നെ ഇതാ ദോശ ഉണ്ടാക്കി, പിന്നെ ഇതാ നമ്മുടെ കറി ഉരുളക്കിഴങ്ങ് കറിയൊക്കെ അതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ആ നേരം കൊണ്ട് തന്നെ ഞാൻ അടുക്കള എല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് വെടിപ്പാക്കി വയ്ക്കും. എനിക്ക് എല്ലാ ജോലിയും ചെയ്ത് തീർത്തിട്ട് ജോലിക്ക് പോകുന്നതാണ് തൃപ്തി. ഒരു പാത്രം പോലും നമുക്ക് വാഷ് ബേസിൽ കിടക്കാൻ പാടില്ല. എല്ലാം ഞാൻ തൂത്ത് എല്ലാം തുടച്ച് എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ട് പോയാലേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ചോറ്, പിന്നെ ആ നേരം കൊണ്ട് ഒരടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞു വന്നപ്പോൾ തന്നെയും ഞാൻ അതിൽ കലത്തിലാണ് പൊന്നൂസിന് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. ചെറു ചൂടാക്കിയിട്ട് ആണ് കുളിപ്പിക്കുക, അല്ലെങ്കിൽ മേലെ ഇടുക എന്തെങ്കിലും ചെയ്യും. കാരണം വെള്ളം ചൂടാക്കാതെ ആണെങ്കിൽ ഇവിടെ കിണർ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് രാവിലെ. അതും ഇപ്പോൾ പിന്നെ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മഞ്ഞും തണുപ്പൊക്കെ കൊണ്ട് നമുക്ക് തന്നെ എണീക്കാൻ മടിയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ കുളിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ സംഗതി ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ശകലം ചൂടാക്കി ആണ് അവളെ കുളിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും അച്ഛൻ വന്നിട്ടുണ്ട്. പുറത്ത് എന്തോ ഒരു ഇലക്ട്രിസിറ്റിയുടെ ബില്ലോ അങ്ങനെ എന്തോ കിടക്കുകയാണ്. അത് ഏത് ഡേറ്റാണെന്ന് ചോദിച്ചിട്ട് അച്ഛൻ വന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേനും എല്ലാം പെട്ടെന്ന് ഞാൻ ഒരുക്കി കേട്ടോ. കാരണം ഇനി ഞാൻ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കില്ല, ഇനി എൻ്റെ ഇത് നടക്കില്ല, എനിക്ക് സമയത്തിന് ഇടങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോണൊന്ന് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് പിന്നൊന്നുമില്ല, എല്ലാം ഒന്ന് ഒതുക്കി, ഒന്ന് പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചു. എല്ലാം ഒന്ന് ഒതുക്കി തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. അടുക്കള വശങ്ങളെല്ലാം ഒന്ന് പുറമൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ പൊന്നൂസിന് ഇതെന്താണ് ഫുഡൊക്കെ എടുത്ത് വെച്ചു, സ്നാക്സും എടുത്ത് വെച്ചു. പിന്നെ ഞാനും ഇറങ്ങി കേട്ടോ. ഞാനും ഇറങ്ങി പൊന്നൂസിനെ ഇറക്കി. ഇനി ഞാൻ ജോലിക്ക് പോവും, പൊന്നൂസ് സ്കൂളിൽ പോവും. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, രാവിലത്തെ ഒരു എപ്പോഴാണ് പിടിച്ച ഒരു മോർണിംഗിലൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ, സീ യു.